ഇപ്പോൾ ലോക് ഭവനിലേക്ക് SFI നടത്തുന്ന മാർച്ചുണ്ട്. ഇന്ന് ദില്ലിയിൽ നടന്ന ഈ ജന്തർ മന്ദിറിലെ പോലീസ് ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFI പ്രവർത്തകർ തിരുവനന്തപുരത്ത് ലോക് ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. അവിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. SFI വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് ലോക് ഭവനിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു. ഇന്ന് രാജ്യതലസ്ഥാനത്ത് നടന്ന പോലീസ് പ്രതിഷേധത്തിൽ പോലീസ് മാർച്ചിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലോക് ഭവനിൽ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമം നടത്തുകയും പോലീസ് അവിടെ നിന്ന് ബാരിക്കേഡുകൾക്കപ്പുറത്തു നിന്നും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തത്. വിദ്യാർത്ഥികൾ ഇപ്പോഴും സമരം തുടരുകയാണ്. പ്രതിഷേധ സമരം തുടരുന്നു. ഇത് തിരുവനന്തപുരത്തെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ദില്ലിയിൽ 100-200 പേര് മാത്രമേ ഇപ്പോൾ ജന്തർ മന്ദിറിൽ അവശേഷിച്ചിട്ടുള്ളൂ. രാജ്യമൊന്നാകെ പലയിടങ്ങളിലേക്ക് പ്രതിഷേധം പടരുന്നതിൻ്റെ സൂചനയാണ് ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അരുൺ സോളമനുണ്ട്. അരുൺ സോളമൻ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. അരുൺ, ഇന്ന് ഡൽഹിയിൽ നടന്ന CJPയുടെ പ്രതിഷേധം അത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. പോലീസ് വളരെ ക്രൂരമായിട്ട് പ്രതിഷേധക്കാരെ തല്ലിത്തകർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം. അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചാണ് SFI ഇപ്പോൾ ലോക് ഭവനിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ UGCയും അതുപോലെ തന്നെ ഈ നെറ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ ക്രമക്കേടുകൾ അതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ SFI സമരരംഗത്തുണ്ട്. ഇന്ന് ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ലോക് ഭവനിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ അധ്യക്ഷൻ അടക്കമുള്ളവർ ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് രംഗത്തുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാനാണ് തുടക്കം മുതൽ പ്രവർത്തകർ ശ്രമിച്ചത്. അതിനുശേഷം ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടമായി ജലപീരങ്കി തുടർച്ചയായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ പ്രവർത്തകരും ഈ ബാരിക്കേഡിന് തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ള ആവശ്യം തുടക്കം മുതൽ തന്നെ SFI ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതിന് പിന്നാലെ തന്നെ CJPയും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനം അടക്കമുള്ളവർ ഇപ്പോൾ നിരാഹാര സമരം അനുഷ്ഠിച്ച് ഡൽഹിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് ഈ ഡൽഹിയിൽ സംഘർഷം പ്രയോഗിച്ചിരിക്കുന്നു. ലോക് ഭവനിലേക്ക് SFI പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചാണ് പ്രേക്ഷകർ കാണുന്നത്. രാജ്യതലസ്ഥാനത്ത് ദില്ലിയിൽ ജന്തർ മന്ദിറിൽ പോലീസിന്റെ ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് ഇപ്പോൾ ലോക് ഭവനിലേക്ക് SFI പ്രവർത്തകർ നടത്തിയത്. ലോക് ഭവനിലേക്കുള്ള മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഒപ്പം ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു.